ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 42-ാമത്തെ കഥയായ ധ്രുവന്റെ തപസ്. സനകാദികളും നാരദൻ, ഭൃഗു, ഹംസൻ, ആരുണി, യതി എന്നിവരും നൈഷ്ഠിക ബ്രഹ്മചാരികളായിരുന്നു. ബ്രഹ്മപുത്രന്മാരായ അവർ 9 പേരും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചില്ല. അധർമ്മന്റെ പത്നിയാണ് മൃഷ. അവൾ ദമ്പം, മായ എന്നിവരെ പ്രസവിച്ചു. കുട്ടികളില്ലാതിരുന്ന നിർഘൃതി എന്ന രാക്ഷസൻ ആ ഇരട്ടകളെ സ്വീകരിച്ചു. അവർക്ക് ലോഭവും നികൃതിയും ജനിച്ചു. അവരിൽ നിന്ന് ക്രോധവും ഹിംസയും പിറന്നു. അവരുടെ പിൻഗാമികളാണ് കലിയും സഹോദരി ദുരുക്തിയും. അവർക്ക് ഭയവും മൃത്യുവും ജനിച്ചു. അവർക്കുണ്ടായവരാണ് നിരയും യാതനയും. അധർമ്മത്തിൻ്റെ വംശപരമ്പര അങ്ങനെ നീണ്ടുപോകുന്നു. ധർമ്മവംശചരിതം കേട്ടാൽ മനസ്സിലെ മാലിന്യങ്ങൾ അകലും. മനുഷ്യൻ നിർമ്മല മനസ്സിൻ്റെ ഉടമയാകും. സ്വയംഭൂമനുവിന് ശതരൂപയിൽ പ്രിയവ്രതൻ എന്നും ഉത്താനപാദൻ എന്നും പേരായി 2 പുത്രന്മാർ ജനിച്ചു. ഉത്താനപാദ രാജാവിൻ്റെ പത്നിമാരാണ് സുനീതിയും സുരുചിയും. ഭർത്താവിനെ കൂടുതൽ ഇഷ്ടം സുരുചിയോടായിരുന്നു. ധ്രുവന്റെ അമ്മയായ സുനീതി പ്രിയപ്പെട്ടവളായിരുന്നില്ല. സുനീതിയുടെ മകനാണ് ധ്രുവൻ, സുരുചിയുടേത് ഉത്തമനും. ഒരു ദിവസം ഉത്താനപാദ മഹാരാജാവ് സുരുചി പുത്രനായ ഉത്തമനെ മടിയിൽ കയറ്റിയിരുത്തി ലാളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ധ്രുവൻ അത് കണ്ടു. അവൻ അച്ഛൻ്റെ മടിയിൽ കയറാൻ കൊതിച്ച് അടുത്തു ചെന്നു. രാജാവ് അവനെ ഗൗനിച്ചില്ല, താലോലിച്ചില്ല. ഗർവിഷ്ഠയായ സുരുചി തൻ്റെ മകനെപ്പോലെ രാജാവിൻ്റെ മടിയിൽ കയറാൻ കൊതിച്ചെത്തിയ ധ്രുവനോട് ഈർഷ്യയോടെ ഭർത്താവ് കേൾക്കെ ഈ വിധമോദി, എടാ, നിനക്ക് രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കുവാൻ എന്തവകാശം? നീ രാജകുമാരനാണെങ്കിലും എൻ്റെ വയറ്റിൽ പിറന്നവനല്ലെന്നോർക്കുക. നീ കൊച്ചുകുട്ടിയാകയാൽ അതൊക്കെ മനസ്സിലാക്കാനും നിന്നെക്കൊണ്ടാകില്ല. നിന്റെ മോഹം നടക്കാൻ പോകുന്നില്ല. അതിന് കഴിയണമെന്നുണ്ടെങ്കിൽ തപസ്സു ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി എൻ്റെ ഗർഭത്തിൽ വന്ന് പിറക്കണം. ഇളയമ്മയുടെ ക്രൂരവാക്കുകൾ കേട്ട് പിഞ്ചുബാലൻ പൊട്ടിക്കരഞ്ഞു. അവൻ വടികൊണ്ട് അടിയേറ്റ പാമ്പിനെ പോലെ കോപിഷ്ഠനായി കിതച്ചുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. പുത്രന്റെ പോക്ക് കണ്ടിട്ടും പിതാവ് ഒരക്ഷരം മിണ്ടിയില്ല. ഓടിവരുന്ന ധ്രുവനെ സുനീതി വാരിയെടുത്തു പുണർന്നു മടിയിലിരുത്തി ആശ്വസിപ്പിച്ചു. ശക്തി കുറഞ്ഞുവെങ്കിലും അപ്പോഴും അവൻ നെടുവീർപ്പിട്ടുകൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ തേങ്ങിക്കരയുകയായിരുന്നു. അമ്മ പുത്രന്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അന്തപുരവാസികളോട് കാര്യമാരാഞ്ഞു. അവരിൽ നിന്നും സപത്നി പറഞ്ഞ നീചവാക്കുകൾ കേട്ട് സുനീതി ദുഃഖത്തിലമർന്നു. കാട്ടുതീയിൽ പെട്ട ലത പോലെ സുനീതി വാടിത്തളർന്നു. ധൈര്യം കൈവിട്ടു, വാവിട്ടു കരഞ്ഞു. ആ അമ്മയെ ഒരു വാക്കെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കുവാൻ അന്തപുരത്തിൽ നിന്ന് ആരും എത്തിയില്ല. അബലയായ അവൾ ദുഃഖം കടിച്ചമർത്തി ബാലനായ ധ്രുവനെ ഉപദേശിച്ചു. മകനെ, നീ മറ്റുള്ളവരിൽ ദോഷം കാണാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാക്കുന്നവൻ അതിൻ്റെ ഫലം സ്വയം അനുഭവിച്ച് ദുഃഖിക്കേണ്ടി വരും. ചെറിയമ്മ പറഞ്ഞത് വാസ്തവമാണ്. നീ ഭാഗ്യം കെട്ട എൻ്റെ വയറ്റിൽ ജനിക്കുകയും എൻ്റെ മുലപ്പാൽ കുടിച്ചു വളരുകയും ചെയ്തല്ലോ. രാജാവിൻ്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, വെറും അന്യയാണ്. ഒരു ദാസിയുടെ സ്ഥാനം പോലും എനിക്കില്ല. അതുകൊണ്ട് നീ ചെറിയമ്മ പറഞ്ഞത് അനുസരിക്കുക. ഉത്തമനെപ്പോലെ നീയും രാജാവിൻ്റെ മടിയിൽ കയറിയിരിക്കുവാൻ കൊതിക്കുന്നുവെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുക. തപസ്സു ചെയ്ത് അനുഗ്രഹം വാങ്ങുക. ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് അതുപോലെ നിന്റെ പിതാമഹനായ സ്വയംഭൂമനുവിന് ഭഗവാനെ സേവിച്ചതുകൊണ്ട് ഇഹലോക പരലോകങ്ങളിൽ സുഖമനുഭവിച്ച് മോക്ഷം പ്രാപിക്കുവാൻ കഴിഞ്ഞു. മറ്റൊരു ചിന്തയും കൂടാതെ ഭാഗവത ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിച്ച് ആ പരമപുരുഷനെ സേവിക്കുക. കുഞ്ഞെ, നിന്റെ ദുഃഖമകറ്റുവാൻ ആ താമരക്കണ്ണനു മാത്രമേ സാധിക്കൂ. സാക്ഷാൽ മഹാലക്ഷ്മി പോലും ഭഗവാന്റെ കടാക്ഷം കൊതിച്ച് ഭഗവാനെ അന്വേഷിച്ചു നടക്കുകയാണ്. നിന്റെ ദുഃഖം ശമിപ്പിക്കാൻ മറ്റാർക്കും കഴിയില്ല. പോയി തപസ്സു ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ആഗ്രഹം സബലീകരിക്കുക. അമ്മയുടെ ഉപദേശം ധ്രുവന്റെ മനസ്സിനെ ഉണർത്തി. അവൻ തൻ്റെ ഇടത്തോടെ കൊട്ടാരത്തിൽ നിന്നും പുറത്തു കടന്നു. നാരദൻ വാർത്ത അറിഞ്ഞു. ധ്രുവന്റെ അടുത്തെത്തി. ആരെയും ശ്രദ്ധിക്കാതെയുള്ള ബാലന്റെ പോക്ക് കണ്ട് മഹർഷി അത്ഭുതപ്പെട്ടു. അദ്ദേഹം ബാലന്റെ ശിരസിൽ കൈവച്ച് അവനെ അനുഗ്രഹിച്ചു. ബാലന്റെ മുഖത്ത് തെളിഞ്ഞുവന്ന ക്ഷത്രിയ തേജസ് നാരദനെ പുളകമണിയിച്ചു. ഇളയമ്മയുടെ അപമാന ശരങ്ങളേറ്റ് വ്രണപ്പെട്ട ബാലമനസ്സിനിത്ര
പ്രതികാരവാജ്ഞയോ അടുത്തു ചെന്ന് നാരദൻ ബാലനെ സമാധാനിപ്പിച്ചുകൊണ്ട് മൊഴിഞ്ഞു. കുഞ്ഞെ, നീ ഒരു ചെറിയ കുട്ടിയാണ്, കളിച്ചു നടക്കേണ്ട കാലം. ഈ ചെറുപ്രായത്തിൽ മാനവും അപമാനവും എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? സുഖദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതിന് അടിസ്ഥാനം അവരവരുടെ പൂർവ്വജന്മ കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഒന്നും നേടാനാവില്ല. സർവേശ്വരൻ തരുന്നത് വാങ്ങി സന്തോഷിക്കണം. അമ്മയുടെ ഉപദേശപ്രകാരം നീ ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, അത് നല്ലതു തന്നെ. പക്ഷേ സാധാരണക്കാർക്ക് ആ സർവേശ്വരനെ പ്രാപിക്കാൻ എളുപ്പം കഴിയില്ല. മുനികൾ അനേക ജന്മങ്ങളെടുത്ത് അന്വേഷിച്ചിട്ടും കഠിന തപസ് ചെയ്തിട്ടും ഈശ്വരനെ കണ്ടെത്താനുള്ള മാർഗം തെളിയുന്നില്ല. അതുകൊണ്ട് തൽക്കാലം നീ നിഷ്ഫലമായ ഈ യത്നം ഉപേക്ഷിച്ച് മടങ്ങുക. ശ്രേയസ്സിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക. സമയം വരുമ്പോൾ പ്രവർത്തിക്കുക. ഈശ്വരേച്ഛ പോലെ നടക്കട്ടെ. മനസ്സിനെ സന്തോഷിപ്പിച്ച് തൃപ്തിയോടെ മുന്നോട്ടു പോയുവാൽ അജ്ഞാനം നീങ്ങും, നിത്യാനന്ദം അനുഭവിക്കാം. നാരദൻ തൻ്റെ ഉപദേശത്തെ ചുരുക്കത്തിൽ ഇങ്ങനെ സംഗ്രഹിച്ചു. ഗുണം കൂടിയവരെ കാണുമ്പോൾ സന്തോഷിക്കണം, കുറഞ്ഞവരാണെങ്കിൽ പൊറുക്കണം, സമന്മാരാണെങ്കിലോ മൈത്രി പുലർത്തണം. ഇങ്ങനെ പെരുമാറുന്നവർക്ക് ഒരിക്കലും ദുഃഖിക്കാനിടവരില്ല. നാരദന്റെ വാക്കുകൾ ബാലമനസ്സിനെ കൂടുതൽ കരുത്തു നൽകിയെങ്കിലും ചെറിയമ്മയുടെ ക്രൂരവാക്കു ശരങ്ങൾ ഏറ്റ് തളർന്ന ധ്രുവന് അതൊന്നും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എങ്കിലും മുമ്പ് ആർക്കും എത്തിച്ചേരാൻ കഴിയാത്ത ഉത്കൃഷ്ട സ്ഥാനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന തനിക്ക് നേർവഴി കാട്ടിത്തരാൻ ധ്രുവൻ മഹർഷിയോട് അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ നാരദന്റെ മനസ്സിൽ സന്തോഷം പൂത്തുലഞ്ഞു. നാരദൻ ഉര ചെയ്തു. അമ്മ മുമ്പ് ഉപദേശിച്ചു തന്ന മാർഗം തന്നെയാണ് ഉത്തമമായിട്ടുള്ളത്. ഭഗവാൻ വാസുദേവനിൽ മനസ്സുറപ്പിച്ചു ഭജിക്കുക. ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഏത് നേടാനും ഏകമാർഗം ഹരിയുടെ പാദസേവ തന്നെയാകുന്നു. അതിന് ഭഗവാന്റെ നിത്യസാന്നിധ്യമുള്ള യമുനാതടത്തിലെ മധുവനത്തിൽ എത്തിച്ചേരുക. എല്ലാം മംഗളമായി ഭവിക്കും. ധ്രുവന്റെ ആഗ്രഹമനുസരിച്ച് മഹർഷി ഭഗവത് ദർശനത്തിനുള്ള മാർഗങ്ങൾ ഓരോന്നായി വിസ്തരിച്ചു പറഞ്ഞുകൊടുത്തു. കാളിന്തി നദിയിൽ 3 സന്ധ്യയ്ക്ക് സ്നാനം ചെയ്ത് കുശാസനത്തിൽ ഇരുന്ന് പ്രാണായാമം അനുഷ്ഠിക്കണം. മനസ്സിലെ മാലിന്യങ്ങളെല്ലാം അകലും. ശുദ്ധ മനസ്സിന്റെ ഉടമയായാൽ പരമഗുരുവായ ഭഗവാനെ ധ്യാനിക്കുക. ഭഗവത് സ്വരൂപം മനസ്സിൽ തെളിയും. പുഞ്ചിരി തൂകുന്ന മുഖം, പ്രസന്ന നേത്രം, ഭംഗിയുള്ള നാസിക, തുടുത്ത കവളും പുരികങ്ങളും ചേർന്ന മനോഹര അവയവങ്ങൾ എല്ലാം കാന്തിയോടെ വിളങ്ങും. വക്ഷസ്സിൽ ശ്രീവത്സവും വനമാലയും ശോഭിക്കും. ശ്യാമവർണ്ണൻ ചതുർബാഹുക്കളിൽ ശംഖം, ചക്രം, ഗദ, പത്മം ധരിച്ചു തിളങ്ങും. പീതാംബരമുടുത്ത് തോൾവളകളും കിരീടവും കുണ്ടലങ്ങളും കൗസ്തുഭവും അണിഞ്ഞ് വിരാജിക്കുന്ന സ്വരൂപം മനോഹരമാണ്. സ്വർണ്ണ അരഞ്ഞാണവും കനകനൂപുരങ്ങളും ധരിക്കുമ്പോൾ അഴക് വർദ്ധിക്കും. കടാക്ഷം ചൊരിഞ്ഞുകൊണ്ട് ധ്യാനരൂപത്തിൽ ഭഗവാൻ ധ്രുവന്റെ ഹൃദയകമലത്തിൽ കുടികൊള്ളുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദിവ്യമന്ത്രം ചുണ്ടുകളിൽ നിന്ന് പുറത്തു വരണം. പലതരം പുഷ്പങ്ങളും ദ്രവ്യങ്ങളും ഉപയോഗിച്ച് ഭഗവാനെ പൂജിക്കണം. 7 ദിവസം മുടങ്ങാതെ ദ്വാദശാക്ഷരമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഭോഗവിരക്തനായ സാധകൻ ഭക്തിയോടെ നിത്യാനന്ദ ലബ്ധിക്കു വേണ്ടി തുടർച്ചയായി ഭഗവാനെ ഭജിക്കണം. നാരദ മഹർഷിയുടെ ഉപദേശം പൂർത്തിയായപ്പോൾ ധ്രുവൻ മഹർഷിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. ധ്രുവനും നാരദനും പരസ്പരം പ്രണമിച്ചു. മഹർഷി ഉത്താനപാദന്റെ കൊട്ടാരത്തിലേക്കും ധ്രുവൻ മധുവനത്തിലേക്കും പോയി. ഉത്താനപാദ മഹാരാജാവ് നാരദ മഹർഷിയെ സൽക്കരിച്ചു പൂജിച്ചു. രാജാവിന്റെ വിളറിയ മുഖം കണ്ടപ്പോൾ മഹർഷി കാരണം തിരക്കി. എന്തുപറ്റി? മുഖം വാടിയിരിക്കുന്നുവല്ലോ. രാജാവ് ചിന്തയിൽ നിന്നുണർന്നുവെങ്കിലും അസ്വസ്ഥനായിരുന്നു. എന്നോട് ക്ഷമിക്കണം, രാജാവിന് എങ്ങനെ സംസാരം ആരംഭിക്കണമെന്നറിയില്ല. പറയൂ, എന്തുപറ്റി? നാരദ മഹർഷി വിട്ടില്ല. മഹർഷേ, സ്ത്രീജിതനും നിർദ്ദയനുമായി ഞാൻ 5 വയസ്സുള്ള പുത്രനെ അമ്മയോടൊപ്പം പുറത്താക്കി. പാപം, അവൻ കാട്ടിൽ വിശന്നു വലഞ്ഞ് നടക്കുകയാണോ? അതോ ചെന്നായ്ക്കൾ പിടിച്ചു തിന്നു കാണുമോ? ദുഷ്ടനായ എനിക്ക് ആരും മാപ്പു തരില്ല. കുറ്റബോധം രാജാവിനെ വല്ലാതെ വേട്ടയാടി. ആഗ്രഹിച്ചു വന്ന പുത്രനെ മടിയിൽ കയറ്റിയിരുത്താതെ വേദനിപ്പിച്ചത് വലിയ തെറ്റുതന്നെയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു. നാരദന് കാര്യം മനസ്സിലായി. രാജാവിന് പശ്ചാത്താപമുണ്ട്, പക്ഷേ വൈകി വന്ന ബുദ്ധി കൊണ്ട് എന്തു ഫലം? നാരദൻ രാജാവിനെ ആശ്വസിപ്പിച്ചു. രാജൻ, അങ്ങ് പുത്രന്റെ മഹത്വം അറിയുവാൻ ഒട്ടും ശ്രമിച്ചില്ല. അവന്റെ കീർത്തി ലോകം മുഴുവൻ പരക്കും. അവൻ ദേവന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മടങ്ങിവരും. മഹർഷിയുടെ വാക്കുകൾ രാജാവിന് ആശ്വാസം പകർന്നില്ല. അദ്ദേഹം എല്ലാ ഐശ്വര്യങ്ങളും ഉപേക്ഷിച്ച് പുത്രനെ ഓർത്ത് ദുഃഖിച്ചു. ധ്രുവൻ മധുവനത്തിലെത്തി കുളിച്ച് ശരീരം ശുദ്ധിവരുത്തി രാത്രിയിൽ ഉപവസിച്ചു. മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് ഏകാഗ്രചിത്തനായി തപസ്സാരംഭിച്ചു.
ശരീരം നിലനിൽക്കണം. അതിന് 3 രാത്രി കൂടുമ്പോൾ പേരിനു മാത്രം ഫലം ഭക്ഷിച്ച് ഭഗവാനെ പൂജിച്ചുകൊണ്ട് 1 മാസം കഴിച്ചുകൂട്ടി. 2-ാമത്തെ മാസം 6 ദിവസം കഴിയുമ്പോൾ ഉണങ്ങിയ ഇല തിന്ന് അവൻ ഭഗവാനെ പൂജിച്ചു. 3-ാമത്തെ മാസം 9 ദിവസം കൂടുമ്പോൾ ജലം ഭക്ഷിച്ച് ഭഗവാനെ സേവിച്ചു. 4-ാമത്തെ മാസം 12 ദിവസം കൂടുമ്പോൾ വായു ഭക്ഷിച്ച് ശ്വാസമടക്കി ഭഗവാനെ ചിന്തിച്ച് ഏകാന്ത സമാധി പ്രാപിച്ചു. 5-ാം മാസമായപ്പോൾ രാജകുമാരൻ പ്രാണങ്ങളെ നിയന്ത്രിച്ച് ഒറ്റക്കാലിൽ കുറ്റിപോലെ നിശ്ചലനായി ബ്രഹ്മജ്ഞാനം ചെയ്തു. സർവത്തിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ഭഗവാന്റെ രൂപം മാത്രം ധ്യാനിച്ച് മറ്റെല്ലാം മറന്ന് തപസ്സു ചെയ്തപ്പോൾ മഹത്തായ ഒരു ദിവ്യ തേജസ് പുറത്തു വന്നു. നോക്കാൻ പോലും ആർക്കും ശക്തിയില്ല. 3 ലോകവും വിറച്ചു. ഒരേ കാലൂന്നി കുമാരൻ തപസ്സു ചെയ്തപ്പോൾ ഭൂമിയുടെ ആ ഭാഗം ഭാരം കൊണ്ട് താഴ്ന്നുപോയി. രാജകുമാരൻ ശ്വാസമടക്കി ബ്രഹ്മാത്മഭാവനയോടെ ഭഗവാനെ ധ്യാനിച്ചപ്പോൾ ത്രിലോകവാസികൾ ശ്വാസം കിട്ടാതെ വിഷമിച്ചു. ഈ ക്ലേശത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദേവകൾ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ഇനി നമുക്ക് അടുത്ത ഒരു കഥയുമായിട്ട് നാളെ കാണാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.